കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷമായി നിരവധി മാതൃകാപരമായ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ഞങ്ങൾ ഭരണ സാരഥ്യം ഏറ്റെടുക്കുന്ന സമയത്ത് കോവിഡ് എന്ന മഹാമാരി നമ്മുടെ നാട്ടിൽ പിടികൂടിയിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പരസ്പരം കണ്ടുകൊണ്ട് മീറ്റിംഗ് നടത്താനോ അതേപോലെ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും മറ്റ് മാതൃകാ ചട്ടങ്ങൾ ഒക്കെ തന്നെ പാലിച്ചുകൊണ്ട് നമ്മൾ പരമാവധി സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനും എല്ലാവർക്കും 3 ആശുപത്രികൾക്കും മരുന്ന് വാങ്ങാനുള്ള പൈസയൊക്കെ തന്നെ പാസ്സാക്കാനും പെട്ടെന്ന് പദ്ധതികൾ റിവൈസ് ചെയ്തുകൊണ്ട് മരുന്ന് വാങ്ങാനുള്ള തുക ഉണ്ടാക്കി ജില്ലാ ആശുപത്രി, ആയുർവേദം, ഹോമിയോ എന്നിങ്ങനെ അവർക്കൊക്കെ തന്നെ ഈ കോവിഡിൻ്റെ പ്രതിരോധ മരുന്നുകൾ നൽകാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് തന്നെ ഇടപെട്ടു. അതോടൊപ്പം തന്നെ ജില്ലാ ആശുപത്രിയിൽ ഓക്സിജൻ ബെഡ് സ്ഥാപിക്കാനും അതുപോലുള്ള സംവിധാനങ്ങൾ ഒക്കെ തന്നെ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് പദ്ധതി രൂപീകരണ സമയത്തൊക്കെ തന്നെ കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലൊക്കെ തന്നെ പുതിയ പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട്. കാർഷിക മേഖല എന്ന് പറഞ്ഞാൽ വ്യവസായം അടക്കം ഉൾക്കൊള്ളുന്നതാണ് കാർഷിക മേഖല. കാർഷിക മേഖലയിൽ ഉൽപ്പാദന വർധനവിനുള്ള പദ്ധതികൾക്കൊപ്പം തന്നെ വ്യാവസായിക മേഖലയിൽ പുതുമയാർന്ന പദ്ധതികൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്. കാസർഗോഡ് ജില്ലയാണ് ഏറ്റവും കൂടുതൽ സ്ഥലം സർക്കാർ സ്ഥലം ഉള്ളത് കാസർഗോഡ് ജില്ലയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തി. ആ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ വന്നവർക്കൊക്കെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ 2000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ജില്ലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു. അതിൽ 10ഓളം യൂണിറ്റുകൾ ഇപ്പോൾ അനന്തപുരം വ്യവസായ പാർക്കിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. ഇതൊക്കെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ആ ഒരു സാധ്യത കണ്ടുകൊണ്ടുള്ള ഇടപെടലിൻ്റെ കൂടി ഭാഗമാണ്. പിന്നീട് വിദ്യാഭ്യാസ മേഖലയിലും നമ്മൾ ഒരുപാട് നൂതനമായ പദ്ധതികൾ നമ്മുടെ സാക്ഷരതാ രംഗത്തും നല്ല പദ്ധതികൾ ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുന്ന ജില്ല എന്ന ഖ്യാതി, ഏറ്റവും കൂടുതൽ സാക്ഷരതാ നിലവാരമുള്ള ഒരു ജില്ല എന്നതിന് പുറമെ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതികൾ നടത്തിക്കൊണ്ട് നമ്മുടെ ജില്ലയെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയാക്കി മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. അതിനുശേഷമാണ് സംസ്ഥാന ഗവൺമെൻറ് ഡിജിറ്റൽ സാക്ഷരതയായി പ്രഖ്യാപിക്കുന്നത്. അതോടൊപ്പം തന്നെ പച്ച മലയാളം കോഴ്സുകളും കന്നഡ കോഴ്സുകളൊക്കെ തന്നെ കൊടുത്തുകൊണ്ട് എല്ലാവരെയും ഭാഷാ സംഗമ ഭൂമിയാണ്, സപ്തഭാഷാ സംഗമ ഭൂമിയാണ് കാസർഗോഡ്. അപ്പോൾ എല്ലാവരെയും ഭാഷ പഠിപ്പിക്കാനുള്ള ഒരു ഇടപെടൽ കൂടി ഈ ഒരു കാലയളവിൽ ജില്ലാ പഞ്ചായത്ത് നടത്തിയിട്ടുണ്ട്. കളിസ്ഥലം നിർമ്മിക്കൽ, ആധുനിക ലാബുകൾ നിർമ്മിക്കൽ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ നിർമ്മിക്കൽ, ആവശ്യമായ ഫർണിച്ചറുകൾ നൽകൽ, സ്കൂൾ കെട്ടിടങ്ങൾ റിപ്പയർ ചെയ്യൽ, അതേപോലെ അത്യാവശ്യം പെയിൻറ്റിങ് ചെയ്യൽ തുടങ്ങി ഒരുപാട് പുതിയ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളുകളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതി എക്യുപ്പ് പദ്ധതി, അതേപോലെ തന്നെ ഹയർ സെക്കൻഡറി മേഖലയിൽ എക്യുപി പദ്ധതി, അവരുടെ മാനസിക ശാരീരിക ഉന്നമനത്തിനായിട്ടുള്ള റിതം പദ്ധതി തുടങ്ങിയ മാതൃകാ പദ്ധതികളും നമുക്കിതിൻ്റെ ഭാഗമായി നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞു. മറ്റൊന്ന് കായിക മേഖലയിലും നല്ല രീതിയിലുള്ള ഇടപെടൽ, സ്കൂൾ കുട്ടികൾക്കുള്ള കായിക ഉപകരണങ്ങളും അതേപോലെ തന്നെ ജേഴ്സി അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഗ്രൗണ്ടുകളും പരമാവധി ഗ്രൗണ്ടുകൾ റിപ്പയർ ആക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സ്പോർട്സ് കൗൺസിലുമായി 7ഓളം ഗ്രൗണ്ടുകൾ അവരുമായിട്ട് എഗ്രിമെൻറ്റ് വെച്ചുകൊണ്ട് 1.5 കോടി രൂപ ചെലവിൽ 7ഓളം ഗ്രൗണ്ടുകൾ MLA-മാരുടെയും ത്രിതല പഞ്ചായത്തുകളുടെയും സഹായത്തോടു കൂടി നിർമ്മിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആ മേഖലയിൽ നമുക്ക് മികച്ച രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞു. പിന്നീട് പട്ടികവർഗ മേഖലയിലും നമുക്ക് ഉന്നതികൾ സമഗ്ര വികസനം നടത്താനും NTTF-മായി ചേർന്നുകൊണ്ട് ഇപ്പോൾ 100-150ഓളം കുട്ടികൾക്ക് തൊഴിൽ നൽകാനും ഒക്കെ ഉള്ള പരിശീലനങ്ങൾ നൽകാൻ വേണ്ടി കഴിഞ്ഞു. അത് പുതിയൊരു പദ്ധതി, മാതൃകാ പദ്ധതി തന്നെയാണ്. അവിടെ പഠിച്ച കുട്ടികൾക്കൊക്കെ 56 കുട്ടികളാണ് ഒരു ബാച്ചിൽ പോവുക. അതിന് 50 ലക്ഷം രൂപയാണ് നമ്മൾ ചെലവഴിക്കുക. ആ 50 ലക്ഷം രൂപ ചെലവിൽ നമുക്ക് 56 കുട്ടികളെ തൊഴിൽ ലഭ്യമാക്കാൻ കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല. അങ്ങനെ 2 കോടി രൂപ ചെലവിൽ ഈ കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് ഏകദേശം 200ഓളം കുട്ടികൾക്ക് പരിശീലനം നൽകാനും അവരെ തൊഴിൽ ലഭ്യമാക്കാനുമുള്ള ഇടപെടൽ ജില്ലാ പഞ്ചായത്ത് നടത്തി. മറ്റൊന്ന് വനിതാ മേഖലയിലാണ്. വനിതാ മേഖലയിലും വനിതകൾക്ക് ദർപ്പണം പദ്ധതി നടപ്പാക്കി അവർക്ക് ആവശ്യമായ പരിശീലനവും സ്കില്ലും ഒക്കെ തന്നെ നൽകി അവർക്ക് തൊഴിൽ ലഭ്യമാക്കാൻ സഹായിച്ചു. 180ഓളം വനിതകളെ ഡിഗ്രി ഹോൾഡർമാരാക്കാൻ വേണ്ടി അവരിപ്പോൾ പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്, അവരുടെ പരീക്ഷ പാസ്സായിരിക്കുകയാണ്. അതിന് സാധിച്ചു. അതേപോലെ തന്നെ കുടുംബശ്രീയുമായി ചേർന്നുകൊണ്ട് ഒരുപാട് പേർക്ക് തൊഴിലും വരുമാനവും ഉണ്ടാക്കുന്ന പദ്ധതികൾ, കെയർ സെൻ്ററുകൾ, അതേപോലെ തന്നെ ജെറിയാട്രിക് ഫുഡ് യൂണിറ്റ് തുടങ്ങിയ പദ്ധതികളൊക്കെ തന്നെ ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. കാർഷിക മേഖലയിലെ പദ്ധതികളും ഒരുപാട് സ്ത്രീകൾ മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യുന്ന പദ്ധതികൾ എന്ന നിലയിലേക്ക് വന്നു. അതൊക്കെ തന്നെ കുടുംബശ്രീയുടെ ഒരു ലക്ഷ്യമാണ്. അതോടൊപ്പം തന്നെ കുടുംബശ്രീ ബാക്ക് ടു ഫാമിലി എന്ന ക്യാമ്പയിനും നമുക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ ക്യാമ്പയിൻ വളരെ മാതൃകാപരമായ രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഇതിനകം 1,85,000-ഓളം
കുടുംബശ്രീ മെമ്പർമാരെ ശാക്തീകരിക്കാനും ക്ലാസ് നൽകാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മുടെ മറ്റ് വിദ്യാഭ്യാസ മേഖലയുടെ കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ പശ്ചാത്തല സൗകര്യ വികസന രംഗത്തും ഏകദേശം 120ഓളം കോടി രൂപ ആ രംഗത്തും പിന്നെ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. പ്രധാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് റോഡുകളൊക്കെ തന്നെ മെക്കാഡം സ്റ്റാൻഡേർഡിലേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞു. പിന്നെ ICDSുമായി ചേർന്നുകൊണ്ട് കാസർഗോഡ് വികസന പാക്കേജുമായി ചേർന്നുകൊണ്ടുള്ള അംഗൻവാടി നിർമ്മാണമാണ്. ഇപ്പോൾ 40ഓളം അംഗൻവാടികൾക്ക് കെട്ടിടം ഉണ്ടാക്കി കൊടുക്കാൻ ജില്ലാ പഞ്ചായത്ത് ഷെയറും കൂടെ ചെയ്തുകൊണ്ട് തീരുമാനമെടുത്തിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ ജിമ്മുകൾ, വയോജന പാർക്കുകൾ, ഓപ്പൺ ജിമ്മുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നിർമ്മിക്കാൻ ജില്ലാ പഞ്ചായത്ത് ഈ കാലയളവിൽ ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഉദ്ഘാടനം ചെയ്തു വരികയാണ്. പിന്നീട് നമുക്ക് പ്രധാനമായും വനിതാ ഘടക പദ്ധതിയുടെ ഭാഗം സാംസ്കാരിക മേഖലയിൽ ഇടപെടൽ, സമം സാംസ്കാരികോത്സവം, ഏറ്റവും കഴിവുള്ള വനിതകളെ കണ്ടെത്തി അവർക്കുള്ള പരിശീലനവും അതേപോലെ തന്നെ അവരെ ഉൾപ്പെടുത്തി അവർക്ക് നല്ല അവാർഡടക്കം കൊടുക്കുന്ന രീതിയിലേക്ക് ഉള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഈ രീതിയിൽ നമുക്കറിയാം സ്കൂളുകൾക്ക് പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതോടൊപ്പം തന്നെ നല്ല ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും ഈ ഒരു കാലയളവിൽ നമുക്ക് കടന്നു ചെല്ലാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ബയോഡൈവേഴ്സിറ്റി മേഖലയിലും നമ്മുടെ തനത് വൈവിധ്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ല ലോക നിലവാരത്തിലേക്ക് ലോക തലത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു ജില്ലയാക്കി മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജില്ലയുടെ സ്വന്തം പക്ഷി, പുഷ്പം, പൂവ് തുടങ്ങി അതേപോലെ തന്നെ ജന്തു തുടങ്ങിയവ പ്രഖ്യാപിച്ചത് കൊണ്ട് കൂടിയാണ്. അതിന് സംസ്ഥാനത്തെ മികച്ച ബയോഡൈവേഴ്സിറ്റിക്കുള്ള അവാർഡുകൾ നമുക്ക് നടത്താൻ കഴിഞ്ഞു. ഈ കാലയളവിൽ 6ഓളം അവാർഡുകൾ കൂടി നമുക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു ഭരണസമിതിയുടെ കാലാവധി നമ്മൾ പൂർത്തീകരിക്കുന്നത്. ജാലകം തുറന്നിടുക മലയാളമാം ദൃശ്യചാരുതേ, മലയാളമാം ദൃശ്യചാരുതേ, മലയാളം 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 മലയാളം. നീലവാനിന്നു കീഴിലായി അലയാഴി തൻ തീരഭൂവിലായി ജാലകം തുറന്നിടുക മലയാളമാം ദൃശ്യചാരുതേ, മലയാളമാം ദൃശ്യചാരുതേ, മലയാളം 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 മലയാളം. നീലവാനിന്നു കീഴിലായി അലയാഴി തൻ തീരഭൂവിലായി ജാലകം തുറന്നിടുക മലയാളമാം ദൃശ്യചാരുതേ, മലയാളമാം ദൃശ്യചാരുതേ, മലയാളം 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 മലയാളം. കേരളത്തിൽ SIR പ്രക്രിയ ആരംഭിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. എന്താണ് SIR? ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നുള്ള ഒരു പ്രക്രിയയാണ് SIR. അതുകൊണ്ട് SIR നടപടിയുമായി എല്ലാവരും സഹകരിക്കണം. നവംബർ 4 മുതൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ നിങ്ങളുടെ വീടുകളിലെത്തും. അവർ നൽകുന്ന എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകണം. 2002 SIR രേഖകളിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ നൽകാം. 2002 SIR രേഖകളിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ അതിൽ പേരുള്ള നിങ്ങളുടെ ബന്ധുക്കളുടെ ബന്ധുക്കളുടെയോ വിവരങ്ങൾ നൽകാം. നിങ്ങൾ വീട്ടിലില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കും നിങ്ങളുടെ വിവരങ്ങൾ പൂരിപ്പിച്ച് നൽകാൻ കഴിയും. ഓർക്കുക, SIR എന്നത് രാജ്യത്തെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനും അതുവഴി ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നടപടിയാണ്. അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും.
QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാകും. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈൻറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈൻറ്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT/LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT/LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity.